നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യം. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എന്തെന്നറിയാവോ? പലപ്പോഴും പലരും നമ്മളോട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഹെൽപ്പുകളൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഇവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവരോട് പറയുന്ന ഒരു വാക്കാണ്, നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കാം, വല്ല നടക്കുമെങ്കിൽ സെറ്റാക്കാം. അല്ലെങ്കിൽ പറയും, ഒന്ന് ട്രൈ ചെയ്യട്ടെ. നമുക്ക് സാധിക്കത്തില്ലെങ്കിൽ നമ്മൾ ഇല്ലെന്ന് പറയത്തില്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ ഇവരോട് ശ്രമിക്കാമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി ഈ വ്യക്തികൾ നമ്മളെ എക്സ്പെക്ട് ചെയ്യും. നമ്മളിത് കൊടുക്കുമെന്നോ, നമ്മളിത് ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കും. ഇവർ ഈ പ്രതീക്ഷയിൽ കാത്തിരിക്കും. പക്ഷെ നമ്മളിത് ചെയ്യത്തില്ല. നമ്മൾ ഇവരോട് എക്സ്ക്യൂസ് ചെയ്യുന്നതാണിത്. നമ്മൾ പക്ഷെ ഇത് ചെയ്യത്തുമില്ല. അത് അവർക്ക് വലിയ മുറിവാകും. ചിലപ്പോൾ ബന്ധങ്ങൾ തന്നെ അറ്റുപോകാനായിട്ട് ഇതിനൊക്കെ കാരണമാകും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, നിനക്ക് സാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ യെസ് പറയണം. സാധിക്കില്ല, നിന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറയണം. നോ. അത് പറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവർക്കൊരു ചെറിയ വിഷമം തോന്നുമായിരിക്കാം, പക്ഷെ വിഷമം മാറ്റപ്പെടും. യേസ് അല്ലെങ്കിൽ നോ പറയുന്നത് കൊണ്ട്. പക്ഷെ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഈ എക്സ്ക്യൂസ് ചെയ്ത് ന്യൂട്രലായിട്ട് നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബന്ധ തകർച്ചയ്ക്ക് കാരണമാകാം. ചിലപ്പോൾ നമ്മുടെ ഒരു നമ്മളെക്കുറിച്ച് അവർ പിന്നെ വില കുറച്ച് കാണാനായിട്ടൊക്കെ സാധ്യതകൾ കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വാക്കിത് തന്നെയാണ്. യേസ് പറയുന്നുണ്ടെങ്കിൽ യേസ് ആയിരിക്കട്ടെ. നിനക്ക് യേസ് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മേ ബി അല്ല, നോ എന്ന് പറയും. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ന്യൂട്രലിൽ നിന്ന് കഴിഞ്ഞാൽ അത് ദൈവപദ്ധതിയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്: നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരിക്കുക, മന്ദോഷ്ണനാകരുത്, അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എപ്പോഴും ദൈവം പറയുന്നത് ഒന്നെങ്കിൽ യേസ് അല്ലെങ്കിൽ നോ. ഇതിനിടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ലെന്നേ. കർത്താവ് നിങ്ങളെ ഇതിനായി ശക്തിപ്പെടുത്തട്ടെ. യേസ് പറയേണ്ടടുത്ത് യേസ് പറയുവാൻ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നോ പറയേണ്ടടുത്ത് നോ പറയുവാനുള്ള കൃപ നിങ്ങളുടെ മേൽ കർത്താവ് തരട്ടെ. ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെടാതെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചില യേസുകളും ചില നോകളും പറയുവാനും തീരുമാനിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിന്റെ കൃപ നിങ്ങളെ സഹായിക്കും. കർത്താവിന്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.